കർത്താവിൽ വാത്സല്യമുള്ളവരെയും, പരിശുദ്ധനായ മുറിമറ്റത്തിൽ ബാവായെക്കുറിച്ച് ഇന്ന് അല്പസമയം നിങ്ങളുമൊത്ത് ചില ചിന്തകൾ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അല്പമായി ഒന്ന് മനസ്സിലാക്കുവാൻ ഈ സന്ദർഭം ഉപയോഗ്യമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് ചീരനച്ചൻ സഭാചരിത്രത്തിലെ പല പിതാക്കന്മാരെക്കുറിച്ചും പഠിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമായ ഒരു വൈദികനാണ്. അദ്ദേഹം മുറിമറ്റത്തിലെ ബാവായെക്കുറിച്ച് വിവരിക്കുന്നതായ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. മലങ്കര സഭാ ചരിത്രം സൂക്ഷ്മമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ബഹുമാനവും ആദരവും പിടിച്ചു പറ്റുന്ന ഉദാത്തമായ ത്യാഗജീവിതത്തിൻ്റെ ഉജ്ജ്വല ഉടമയാണ് മുറിമറ്റത്തിൽ ബാവ എന്ന് ഹ്രസ്വനാമത്തിൽ പ്രഖ്യാതനായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവ. ആ ത്യാഗി വര്യൻ അനുഷ്ഠിച്ച സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രഭാവീചികൾ ഏവരുടെയും ഹൃദയത്തെ ആർദ്രമാക്കുന്നു, അവരുടെ നയനങ്ങളെ ഈറനണിയിക്കുന്നു. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ജീവിത സായാഹ്ന വേളയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കാതോലിക്കാ സ്ഥാനത്തേക്ക് തലകുനിച്ചു കൊടുത്തത് ഒരു നിസ്സാര ത്യാഗമല്ല. സഭാചരിത്രത്തിലെന്നല്ല, മാനവചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം കണ്ടുമുട്ടുന്ന പ്രത്യുൽപ്പന്നമതികളായ മഹാത്യാഗികളിൽ പ്രമുഖനായി ആ പ്രധാനാചാര്യൻ വിരാജിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയെക്കുറിച്ച്, മുറിമറ്റത്തിൽ ബാവായെക്കുറിച്ച് ആധുനിക കാലത്ത് ഇക്കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതായ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് നാം വായിച്ച് കേട്ടത്. മലങ്കര സഭ ഒരു വലിയ ത്യാഗിവര്യനായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലങ്കര സഭ അതിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ സഭ നശിച്ചു പോകും, സഭ ഇല്ലാതെയായി പോകും, സഭയുടെ സ്വാതന്ത്ര്യമില്ലാതെയായി പോകും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുവാൻ തൽപര കക്ഷികൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ വ്യക്തമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പദ്ധതികളെ തകിടം മറിക്കുവാൻ, ദൈവത്തിൻ്റെ സഭയെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മഹാപുരുഷനായിരുന്നു ഇവിടെ ഖബറടങ്ങിയിരിക്കുന്ന മുറിമറ്റത്തിൽ ബാവാ തിരുമേനി. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളുടെ കുടുംബാംഗമായ, നമ്മളുടെ ഇടയിൽ നമ്മളെപ്പോലെ ജീവിച്ച ആ പരിശുദ്ധ പിതാവ് മലങ്കര സഭാ ചരിത്രത്തിൽ ആർക്കും ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. 1912 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്നു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു 1912 കാതോലിക്ക സ്ഥാപനം. ലോക ചരിത്രത്തിൽ ഇതുപോലെയുള്ള മഹത്തായ പ്രഖ്യാപനങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. 1865 ഇബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ അടിമ വ്യവസായം നിർത്തിവെച്ചിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുപോലെ ലോക ചരിത്രത്തിൽ അപൂർവങ്ങളായി സംഭവിച്ചിട്ടുള്ളതായ പല ചരിത്ര സംഭവങ്ങളുമുണ്ട്. ആ സംഭവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിക്കാവുന്നതാണ് 1912 കാതോലിക്ക സ്ഥാപനം. AD 325 നിഖ്യാ സുന്നഹദോസ് കൂടുന്നു. ആ നിഖ്യാ സുന്നഹദോസിൽ വെച്ചാണ് റോമിനും അലക്സാണ്ട്രിയയ്ക്കും അന്ത്യോക്യയ്ക്കും പാത്രിയർക്കാ സ്ഥാനം നൽകുന്നത്. 1912 മലങ്കര സഭയിൽ കാതോലിക്ക സ്ഥാപനം ഉണ്ടാവുന്നത്. 381 കുസ്തന്തീനോപ്പോലിസിലെ സുന്നഹദോസിൽ വെച്ചാണ് കുസ്തന്തീനോപ്പോലിസ് ഒരു പാത്രിയർക്കാ സ്ഥാനമായി ഉയർത്തപ്പെടുന്നത്. കുസ്തന്തീനോപ്പോലിസിലെ ബിഷപ്പിനെ പാത്രിയർക്കീസ് എന്ന് വിളിക്കുന്നത് 381 കൂടിയതായ കുസ്തന്തീനോപ്പോലിസിലെ സുന്നഹദോസാണ്. പേർഷ്യൻ സഭ 290 അവിടെ ഒരു കാതോലിക്ക സ്ഥാപനം ഉണ്ടാവുന്നത്. ജോർജിയയിലും അർമീനിയയിലും 300-നോടടുത്താണ് കാതോലിക്ക സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് സഭ
1589 അവിടെ ഒരു പാത്രിയർക്ക സ്ഥാനമുണ്ടാവുന്നത്. റുമേനിയൻ ഓർത്തഡോക്സ് സഭയിൽ 1885 പാത്രിയർക്ക സ്ഥാനമുണ്ടാകുന്നത്. സെർബിയൻ ഓർത്തഡോക്സ് സഭയിൽ 1879 ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയിൽ 1883 എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ 1958 പാത്രിയർക്ക സ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. മലങ്കര സഭയിൽ 1912 കാതോലിക്ക സ്ഥാനമുണ്ടാകുന്നു. ആ കാതോലിക്ക സ്ഥാനം ലോക ചരിത്രത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞ സഭകളുടെയൊക്കെ ചരിത്രത്തിലുണ്ടായതുപോലെ തന്നെ, ലോകത്തിലെ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിലുണ്ടായതുപോലെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പ്രഖ്യാപനമായിരുന്നു 1912 കാതോലിക്ക സ്ഥാപനമെന്ന് പറയുന്നു. നേരത്തെ വായിച്ചു കേട്ട ഭാഗത്ത് നാം കണ്ടു, അദ്ദേഹം ഒരു ത്യാഗിയായിരുന്നു. ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മലങ്കര സഭ നിൽക്കുകയായിരുന്നു. 3 കാര്യങ്ങളായിരുന്നു ആ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, 1876 മുളന്തുരുത്തി സുന്നഹദോസ്. 2, 1889 റോയൽ കോടതി വിധി. 3, 1911 പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നത്. ഈ 3 സംഭവങ്ങളായിരുന്നു മലങ്കര സഭ അക്കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. 1, 1876 മുളന്തുരുത്തി സുന്നഹദോസ്. 2, 1889 റോയൽ കോർട്ട് ജഡ്ജ്മെൻറ്റ്. 3, 1911 പാത്രിയർക്കീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നത്. അതിൽ അവസാനത്തെ സംഭവം, വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നത്, ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് മലങ്കര സഭ കാണുന്നുണ്ട്. 1876 മുളന്തുരുത്തി സുന്നഹദോസ് പല കാര്യങ്ങളിലും മലങ്കര സഭയ്ക്ക് പ്രയോജനകരമായിരുന്നു. അന്നുണ്ടായിരുന്ന നവീകരണത്തിൻ്റെ വേലിയേറ്റത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവയുടെ നേതൃത്വത്തിൽ, പുലിക്കോട്ടിൽ ജോസഫ് ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒക്കെ നടന്നതായ മുളന്തുരുത്തി സുന്നഹദോസ് അക്കാര്യങ്ങളിലൊക്കെ സഭയ്ക്ക് പ്രയോജനകരമായിരുന്നു. എന്നാൽ ആ മുളന്തുരുത്തി സുന്നഹദോസ് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയുടെ അധികാരം ഒരിക്കലും മാറ്റപ്പെടുവാൻ സാധിക്കാത്തതിൻ വണ്ണം മലങ്കര സഭയുടെ മേൽ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നു. പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തി സുന്നഹദോസിൽ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ തീരുമാനങ്ങൾ ഒക്കെ വരുന്ന അവസരത്തിൽ കാണാം. മലങ്കരയിലെ എല്ലാ ഇടവകകളും മലങ്കരയിലുള്ള മെത്രാന്മാരെല്ലാവരും പാത്രിയർക്കീസ് ബാവയുടെ അധികാരത്തെ അനുസരിച്ചുകൊണ്ട് ഉടമ്പടി എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ മലങ്കര സഭയുടെ ഒരു സെൻസസ് എടുക്കണം. ആണെത്ര പെണ്ണെത്ര എന്ന് കണക്ക് കൂട്ടിയിട്ട് അതിൽ പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാവരും പാത്രിയർക്കീസ് ബാവയ്ക്ക് റശീസ കൊടുക്കണമെന്ന് മുളന്തുരുത്തി സുന്നഹദോസ് തീരുമാനിച്ചു. അതേപോലെ തന്നെ മലങ്കരയ്ക്ക് ആവശ്യമുള്ള മൂറോൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൂദാശ ചെയ്ത് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെയും മലങ്കര സഭ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. യാക്കോബായ വിശ്വാസം എന്താണെന്നുള്ളത് ഭംഗിയായി പഠിപ്പിക്കുവാൻ തക്കവണ്ണം സഭയിൽ എല്ലാ ഇടവുകളിലും ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മുദ്ര വെച്ച് തരും. അത് സ്വീകരിക്കണം, ആ വിശ്വാസം പഠിപ്പിക്കണം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. മലങ്കര സഭയുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മലങ്കര അസോസിയേഷനും മാനേജിംഗ് കമ്മിറ്റിയും ഒക്കെ രൂപവൽക്കരിക്കുവാനും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തീരുമാനിക്കുന്നു. മലങ്കര സഭ അംഗീകരിക്കുന്നു. ഈ തീരുമാനങ്ങളെല്ലാം വരുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായൊരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയുടെ അധികാരം മലങ്കര സഭയിൽ പൂർണ്ണമായി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. പാത്രിയർക്കീസ് ബാവ ആവശ്യപ്പെട്ട രീതിയിൽ ഉടമ്പടി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന അവസരത്തിൽ മലങ്കരയിലെ ഓരോ മെത്രാന്മാരും ഓരോ ഇടവകകളും പാത്രിയർക്കീസിൻ്റെ പൂർണ്ണമായ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി എഴുതി കൊടുക്കണമെന്ന് മലങ്കര സഭയിൽ ഈ മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഉടമ്പടി എഴുതി കൊടുക്കുമ്പോൾ മലങ്കര സഭയുടെ പള്ളികളും പള്ളി നിലംപുരയിടങ്ങളും എപ്പേർപ്പെട്ട സകല സാമാനങ്ങളും അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ സ്വന്തം വകയാണെന്നും അതിൽ നിന്ന് അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കളയുവാൻ ആർക്കും അധികാരമില്ല എന്നും ഒക്കെ പറയുന്നതായ ഉടമ്പടിയാണ് എഴുതി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. മലങ്കര സഭയുടെ പൂർവ്വ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു നടപടി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭ ഇവിടെ ഉള്ളതാണ്.
AD 52 മാർത്തോമാ ശ്ലീഹ വന്ന് സഭ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് 18-19 നൂറ്റാണ്ട് കാലം ഈ സഭ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതുപോലുള്ള ഒരു ഉടമ്പടി ഒരു സഭാമേലധ്യക്ഷൻ്റെ പേർക്ക് എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെ പാത്രിയർക്കീസ് ബാവ അതിൻ്റെ ഒരു സാമ്പിള് മുളന്തുരുത്തി സുന്നോദോസിൽ വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. പൂർവീക കാലം മുതലേ മലയാളത്തിലുള്ള സുറിയാനി പള്ളികളും പള്ളിവക നിലംപുരയിടങ്ങളും പൊൻവെള്ളി മുതലായി എപ്പേർപ്പെട്ട സകല സാമാനങ്ങളും മേലെഴുതിയ സിംഹാസനത്തിങ്കിലെ സ്വന്തം വകയും അവിടുത്തെ പൂർണ്ണ അധികാരത്തിന് കീഴിൽ അടങ്ങിയതുമാകുന്നു. ഇതായിരുന്നു മുളന്തുരുത്തി സുന്നോദോസിൻ്റെ തീരുമാനം. മലങ്കര സഭ അന്ന് അതിനെ സ്വീകരിച്ചു. അത് കഴിയുമ്പോഴാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയുടെ മേൽ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് കേസുകൾ ഉണ്ടാകുന്നു, നവീകരണക്കാരുമായിട്ട് കേസുകൾ ഉണ്ടാകുന്നു. ആ കേസിൻ്റെ അന്തിമവിധി റോയൽ കോടതിയിൽ ഉണ്ടാകുന്നു. ആ റോയൽ കോടതി വിധിയിലും 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോയൽ കോടതി വിധിയുടേതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോയൽ കോടതി മലങ്കരയിലെ കക്ഷി വഴക്കുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവിടെ ഇതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്, മലങ്കര സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിയർക്കീസാണ്. അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ അധികാരം പുരാതന കാലം മുതലേ മലങ്കരയിൽ വ്യാപിച്ചിരുന്നു. മലങ്കരയിൽ ഒരാളെ മെത്രാപ്പൊലീത്തെ ആക്കണമെങ്കിൽ പാത്രിയർക്കീസിൽ നിന്ന് നേരിട്ടോ അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളിൽ നിന്നോ കൈവെപ്പ് സ്വീകരിച്ചിരിക്കണം. മലങ്കരയിൽ ആവശ്യമുള്ള മൂറോൻ അയച്ചു കൊടുക്കുവാനുള്ള അധികാരം പാത്രിയർക്കീസിന് മാത്രമുള്ളതാണ്. മലങ്കരയിൽ നിലവിലുള്ള പാത്രിയർക്കീസിൻ്റെ അധികാരം ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണെന്നും ലൗകിക കാര്യങ്ങളിൽ ഇല്ല എന്നും റോയൽ കോടതി അഭിപ്രായപ്പെടുകയാണ്. ഇതായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുണ്ടായ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അത് കഴിഞ്ഞ് പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യൂസ് കാലം ചെയ്യുന്നു. വട്ടശ്ശേരി തിരുമേനി മെത്രാപ്പൊലീത്തയായി, മലങ്കര മെത്രാപ്പൊലീത്തയായി സ്ഥാനമേൽക്കുന്നു. ഇവിടെ വന്ന അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയോട് പാത്രിയർക്കീസിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഉടമ്പടി എഴുതി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. തിരുമേനി മാത്രമല്ല, തിരുമേനിയുടെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ഈ ഉടമ്പടി എഴുതി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വട്ടശ്ശേരി തിരുമേനി അതിന് സമ്മതിക്കുന്നില്ല. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ വേണ്ടി നിലനിന്നേ മതിയാവൂ എന്ന് വട്ടശ്ശേരി തിരുമേനിക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിന് വഴിപ്പെടുന്നില്ല. ആ അവസരത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പാത്രിയർക്കീസ് ബാവ അകാരണമായി എന്ന് തന്നെ പറയാം മുടക്കുന്നു. സ്വാഭാവിക നീതിക്ക് ചേർന്നതല്ല ആ മുടക്കെന്ന് പിൽക്കാലത്തിൽ കോടതി വ്യവഹാരങ്ങളിലൊക്കെ പറയുന്നു. ഇവിടെയെല്ലാം മുഴച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ അധികാരവുമാണ്. അങ്ങനെ വന്നപ്പോൾ ആ അധികാരമെന്ന് പറയുന്നത് പൂർവിക കാലം മുതലേ ഉണ്ടായിരുന്നതല്ല. 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തോ മാത്രം സ്ഥാപിതമായ ഒരു കാര്യമാണ്. അതിന് അന്നത്തെ രാഷ്ട്രീയവും സാമൂഹ്യവും സഭാപരവുമായ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അധികാര സ്ഥാപനം ഉണ്ടാക്കുന്നത്. ആ അധികാര സ്ഥാപനത്തിൻ്റെ വെളിച്ചത്തിലാണ് പൂർണ്ണമായും മലങ്കര സഭ പാത്രിയർക്കീസ് ബാവായ്ക്ക് വിധേയപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് മലങ്കര സഭ സ്വാതന്ത്ര്യം നേടിയാലേ മതിയാവൂ. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തന്നെ വാഴിച്ച മെത്രാച്ചന്മാരിൽ ഏറ്റവും അവസാനമായി ജീവിച്ചിരുന്നയാളായിരുന്നു മുറിമറ്റത്തിൽ ഈവാനിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ കാതോലിക്ക ബാവ. അദ്ദേഹത്തോട് മലങ്കര സഭ സുന്നഹദോസും മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയും മലങ്കര സഭ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് കാതോലിക്ക സ്ഥാനം സ്വീകരിക്കുവാനായിട്ട്. കാതോലിക്ക ഇവിടെ വാഴിക്കപ്പെട്ടാൽ പുരാതന സഭയിലുണ്ടായിരുന്ന സ്ഥാനമാണ് കാതോലിക്ക സ്ഥാനം. പേർഷ്യൻ സഭയിലും ജോർജിയൻ സഭയിലും അർമീനിയൻ സഭയിലും റോമാ സാമ്രാജ്യത്തിലെ സഭയിൽ പാത്രിയർക്ക സ്ഥാനം ഉണ്ടാകുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി വന്ന സ്ഥാനങ്ങളാണ് കാതോലിക്ക സ്ഥാനം. അത് ഓരോ സഭയിലും പ്രത്യേകമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്നു. 3-4 നൂറ്റാണ്ടുകളിലാണ് ഉണ്ടാകുന്നത്. കാതോലിക്കായുടെ അധികാരത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ പ്രധാനമായും പേർഷ്യൻ സഭയിൽ 424-ലും 486-ലും 498-ലുമൊക്കെ കൂടുന്നതായ സുന്നഹദോസുകൾ തീരുമാനമെടുക്കുന്നുണ്ട്. ആ സുന്നഹദോസുകൾ കാതോലിക്ക സ്ഥാനത്തെ സഭയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടിരുന്നത്.
484 സുന്നഹദോസിൻ്റെ ഒരു തീരുമാനം, അന്ന് പേർഷ്യൻ സഭയിൽ കുറേയധികം മെത്രാച്ചന്മാരുണ്ടായിരുന്നു. ആ മെത്രാച്ചന്മാർ തമ്മിൽ വഴക്കുണ്ടാവുകയോ അഭിപ്രായ ഭിന്നതയോ ഒക്കെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ആ സുന്നഹദോസ് തീരുമാനിച്ചത്, മെത്രാച്ചന്മാരുടെ ഇടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ കാതോലിക്കായുടെ അടുത്ത് വന്നത് പരിഹരിച്ചു കൊള്ളണം. അതേ സമയത്ത് കാതോലിക്കായ്ക്കെതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കോടതിയിൽ മാത്രമേ വിസ്തരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതായിരുന്നു കാതോലിക്ക സ്ഥാനത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് സഭാ സുന്നഹദോസുകൾ തീരുമാനമെടുത്തത്. അത്രമാത്രം ഉന്നതവും ശ്രേഷ്ഠവുമായ സ്ഥാനമായിരുന്നു കാതോലിക്ക സ്ഥാനം. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയപ്പോൾ മലങ്കര സഭാപിതാക്കന്മാർക്ക് തോന്നിയത്, ആഗ്രഹിച്ചത്, മലങ്കര സഭയിൽ ഇനിയും അതുപോലെയൊരു കൈകടത്തൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല, അതിന് തടയിട്ടെങ്കിലേ മതിയാവൂ. അപ്പോഴാണ് വൃദ്ധനായ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായോട് കാതോലിക്ക സ്ഥാനം ഏൽക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ആ കാതോലിക്ക സ്ഥാനം ഏൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരസിക്കുക. എന്നെക്കൊണ്ടതിന് പ്രാപ്തിയില്ല. അന്ന് പുന്നൂസ്രമ്പാനുണ്ട്, ഗീവർഗീസ് നിധിയൻ ബാവാ തിരുമേനി. അദ്ദേഹത്തോട് പറയുക, അദ്ദേഹം ആയിക്കോട്ടെ കാതോലിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയാനായിട്ടാണ് പരിശുദ്ധ ബാവാ തിരുമേനി ശ്രമിച്ചത്. അത് അന്നേരം മാത്രമല്ല, അദ്ദേഹം അതിനു മുമ്പേ തന്നെ പരിശുദ്ധ പാത്രികീസ്, ഈ ബാവാ തിരുമേനി, പരിശുദ്ധ പാത്രികീസ് ബാബ, പത്രോസ് പാത്രികീസ് ബാബ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോഴും അദ്ദേഹം ഈ അഭിപ്രായം തന്നെ പറഞ്ഞു. പരിശുദ്ധ പാത്രികീസ് ബാബ മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ സമയത്ത് മുളന്തുരുത്തിയിൽ വന്ന് താമസിക്കുമ്പോൾ കോലഞ്ചേരി പള്ളിയിൽ നിന്ന് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാബ അല്ലെങ്കിൽ പൗലോസ് കത്തനാരും കൂടെ കുറേ ആളുകളുമെല്ലാം മുളന്തുരുത്തിയിൽ പാത്രികീസ് ബാബയെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സന്ധ്യാനമസ്കാരം നടക്കുക. പാത്രികീസ് ബാബ സന്ധ്യാനമസ്കാരം നടത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോൾ സർവശക്തിയുള്ള പിതാവേ എന്നുള്ളതായി വിശ്വാസ പ്രമാണം പാത്രികീസ് ബാബ സുറിയാനിയിൽ ചൊല്ലി ആദിയിട്ടു. അപ്പോൾ അവിടെ നിന്ന് വൈദികർക്കോ ജനങ്ങൾക്കോ ആർക്കോ അതൊന്നും ഭംഗിയായിട്ട് ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇട്ടുകൊടുത്ത വിശ്വാസ പ്രമാണം കൂടെയുണ്ടായിരുന്ന മറ്റു വൈദികരും മറ്റും ഏറ്റുചൊല്ലുവാൻ ധൈര്യപ്പെടാതിരുന്ന സാഹചര്യത്തിൽ പൗലോസ് കത്തനാർ ധൈര്യസമേതം മുമ്പോട്ട് വന്ന് വിശ്വാസ പ്രമാണം വളരെ ഭംഗിയായ രീതിയിൽ ശീമക്കാർക്ക് പ്രിയങ്കരമാം മട്ടിൽ ചൊല്ലി. പാത്രികീസ് ബാബായ്ക്ക് വളരെ സന്തോഷം തോന്നി. വിശ്വാസ പ്രമാണം ചൊല്ലിയെന്ന് ആരെന്നറിയുവാൻ ബാബായ്ക്ക് ജിജ്ഞാസയേറി. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആളെപ്പറ്റി തിരക്കുകയും അയാൾ മുന്നോട്ട് വരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പ്രകൃതിയാ വലിയ വിവരക്കാരനും ക്ഷിപ്രകോപിയുമായിരുന്ന ബാബായുടെ അടുത്ത് ഭയന്നിട്ട് ആരും ചെല്ലാറില്ല. പൗലോസ് കത്തനാർ കൂസലോ പരിഭ്രമമോ ഇല്ലാതെ ധൈര്യസമേതം പാത്രികീസ് ബാബായുടെ അടുത്തേക്ക് ചെന്നു. ബാബ ആപാദചൂടം അച്ഛനെ നോക്കി. എന്നിട്ട് സുറിയാനിൽ തന്നെ ചോദിച്ചു, നീ എവിടുത്തുകാരനാണ്, നിൻ്റെ പേരെന്ത്? ഞാൻ കോലഞ്ചേരി പള്ളി ഇടവകക്കാരനാണ്, പേർ പൗലോസ് കശീശ എന്നാണ്. അപ്പോൾ ബാബ ചോദിക്കുക, കോലഞ്ചേരി പള്ളി എവിടെയാണ്? അപ്പോൾ അവിടെ നിന്നയാൾ പൗലോസ് അച്ഛൻ പറയുകയാണ്, ഇവിടെ നിന്ന് വടക്ക് കിഴക്കോട്ട് മാറി 6-7 മൈൽ അകലെയാണ്. നിങ്ങൾ അവിടെ എത്ര പട്ടക്കാറുണ്ട്? 6 പട്ടക്കാറുണ്ട്. അവർക്ക് നിന്നെപ്പോലെ സുറിയാനി അറിയാമോ? അറിയാം. നിൻ്റെ മെൽപ്പാൻ ആരാണ്? പാമ്പാക്കുട മെൽപ്പാനും യുയാക്കി മാർ കൂറിയലോസ് മെത്രാപ്പൊലീത്തായുമാണ്. നീ വിവാഹം കഴിച്ചവനാണോ? ഇല്ല. മാർ കൂറിയലോസ് മെത്രാപ്പൊലീത്തായുടെ ശിഷ്യനാണെന്ന് കേട്ടപ്പോൾ തന്നെ പാത്രികീസ് ബാബ അത്യധികം സന്തോഷിച്ചു. അടുത്തേക്ക് വിളിച്ച് സുറിയാനി ഭാഷ ശരിയായി പദവ്യക്തതയോടുകൂടി ശ്രുതി മധുരമായി ചൊല്ലുന്നതിലും സംസാരിക്കുന്നതിനുള്ള വൈദഗ്ധ്യത്തെ പരസ്യമായി മുക്തകണ്ഠം പ്രശംസിച്ചു. എന്നിട്ട് പറയുക, നിന്നെ മെത്രാനായി അഭിഷേകം ചെയ്യുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു എന്ന് സഗൗരവം പ്രസ്താവിച്ചു. പാത്രികീസ് ഗർജിക്കുന്ന സിംഹം പോലെയുള്ള ആളായതിനാൽ എന്തും മറുപടി കൊടുക്കണമെന്നറിയാതെ പൗലോസ് കത്തനാർ അസ്തപ്രജ്ഞനായി എങ്കിലും ധൈര്യം വിടാതെയും മറുപടി ഒന്നും പറയാതെയും അവിടെ തന്നെ കുറേ സമയം നിന്നു. പൗലോസ് കത്തനാരുടെ അത്തരത്തിലുള്ള നിലപാട് കണ്ടിട്ട് പാത്രികീസ് ശാന്തസ്വരത്തിൽ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് മറുപടി പറയാതിരിക്കുന്നത്? ഞാൻ എൻ്റെ സ്വാഭിപ്രായം പറഞ്ഞാൽ അതേപ്പറ്റി മോറാൻ എന്ത് വിചാരിക്കുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തിന് വിഷമിച്ച് നിൽക്കുന്നു? നിൻ്റെ കാര്യം തുറന്നു പറയാമല്ലോ. എൻ്റെ മറുപടി മോറാന് തൃപ്തിയാകുമോ എന്നുള്ളതാണ് എൻ്റെ ഭയപ്പാട്. അറുതൃപ്തിയൊന്നുമില്ല, നിനക്ക് പറയാനുള്ളത് തുറന്നു പറയാം. മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ബലഹീനനായി എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വളരെ സങ്കടമുള്ള ആളാണ്. ആ സ്ഥാനം എടുക്കുന്നതിന് എനിക്ക് പ്രതിബന്ധങ്ങളുണ്ട്.
നിൻ്റെ പ്രതിബന്ധങ്ങൾ ഞാൻ കേൾക്കട്ടെ, ദൈവം നിന്നെ ആ സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രാരാബ്ദമുണ്ട്, അപ്പനെ അമ്മയെ നോക്കണം, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാർ, അവിടെ പ്രിയപ്പെട്ടവരുണ്ട്, കോലഞ്ചേരി പള്ളി ഇടവക്കാരുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം പറയുന്നു. ബാവ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്ത നീ മെത്രാനായാലേ ഒക്കത്തുള്ളൂ. ഇത് തന്നെയാണ് അദ്ദേഹത്തെ കാതോലിക്കാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വരുമ്പോഴും അദ്ദേഹം പറയുന്നത്. അവിടുന്ന് വന്നു, ഇതെന്താണ് തിരഞ്ഞെടുക്കുക? ഇത് ഞാൻ ഈ വായിച്ച ഭാഗങ്ങളൊക്കെ പരിശുദ്ധ അഭിവന്യ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി എഴുതിയ ജീവചരിത്രത്തിൽ നിന്നാണ് വായിച്ചത്. എനിക്കിതൊന്നും നേരിട്ട് പരിചയമില്ലായിരുന്നു. അഭിവന്യ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി നമ്മുടെ മെത്രാപ്പൊലീത്തായിരുന്നു. അദ്ദേഹം എഴുതിയതായ കാര്യങ്ങളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹം കാതോലിക്കാ സ്ഥാനം സ്വീകരിക്കുവാൻ അശേഷം മനസ്സില്ല, തൃപ്തിയും തോന്നുന്നില്ല. എന്നാൽ താൻ മുഖാന്തരം മലങ്കര സഭയ്ക്ക് കൈവരുവാൻ പോകുന്ന മഹാഭാഗ്യത്തിന് താൻ ഒരു വിലങ്ങെടുതടിയായി തീരരുത്, വളരെ കഷ്ടമായിരിക്കുമെന്ന് തോന്നി. ഭാവി തലമുറയോടും സഭയുടെ ഭാവിയോടും ചെയ്യുന്ന ഒരു മഹാപരാധമായിരിക്കും. തിരുമേനിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സംഘർഷാവസ്ഥയും പോരാട്ടവും വടംവലിയും നടക്കുകയാണ്. എന്ത് തീരുമാനമെന്ന് എടുക്കണമെന്നറിയാതെ കുഴങ്ങിയിരുന്ന സന്ദർഭത്തിൽ കോലഞ്ചേരി പള്ളി ഇടവകയിൽ തനിക്ക് വേണ്ടപ്പെട്ട പട്ടക്കാരും ഉറ്റ സ്നേഹിതന്മാരുമായവരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം ആരാഞ്ഞു. തിരുമേനിയുടെ മനസ്സിൻ്റെ പിരിമുറുക്കം അവരുടെ മുമ്പിൽ അവതരിച്ചു. കാതോലിക്കാ സ്ഥാനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അത് സഭയുടെ നല്ല ഭാവിക്കുള്ള തുടക്കമാണെന്നും അതിന് തടസ്സം നിൽക്കരുതെന്നും അവർ സൂചിപ്പിച്ചു. മാർ ദിവന്നാസ്യൂസിൻ്റെ അഭിപ്രായമനുസരിച്ച്, അതായത് വട്ടശ്ശേരി തിരുമേനിയുടെ അഭിപ്രായമനുസരിച്ച് ഏകകണ്ഠമായി ആ കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് ബാവായോട് ഈവാനിയോസ് മെത്രാപ്പൊലീത്തായോട് ആവശ്യപ്പെടുകയാണ്. അത് ദൈവഹിതമെന്ന് ഉറച്ചുകൊണ്ട് മുറിമറ്റത്തിൽ തിരുമേനി ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്, പരിമലയിലേക്കുള്ള യാത്ര. പക്ഷേ അദ്ദേഹത്തിന് കുറേ അധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആ എതിർപ്പുകളും വേറെങ്ങു നിന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഇടവകകളിൽ നിന്ന് ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ആ എതിർപ്പിനെക്കുറിച്ച് സഭാചരിത്രകാരനായ പാറിയിട്ട് ഒരവസരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കോനാട്ട് മെൽപ്പാൻ അബ്ദുൽ മെസ്സിഹായ്ക്ക് എഴുതിയ കത്തിൽ വടക്കർ എന്നോടുകൂടെ ഒന്നായി നിൽക്കുന്നവരാണ്, അവിടെയുള്ള എല്ലാ കശിഷ്യന്മാരും എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് എൻ്റെ വാക്കനുസരിച്ച് നിൽക്കും എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തെ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നതിന് കൂടെ നിന്നതായിരുന്നു അന്നത്തെ കൂട്ട് ട്രസ്റ്റിമാർ. കാതോലിക്കാ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ ഉയർത്തുവാനായിട്ട് പാടില്ല, രോഗിയും പ്രായമുള്ളവനും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ അത് സ്ഥാനത്തേക്ക് കൊള്ളുകയില്ല. വട്ടശ്ശേരി തിരുമേനിയെ പാത്രിക്കീസ് ബാവ മുടക്കിയ അവസരത്തിൽ രാവിലെ 9 മണിക്ക് പഴയ സെമിനാരിയിൽ ചെന്നു. അപ്പോൾ മാർ ഈവാനിയോസ് മെത്രാച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാത്രിക്കീസ് കോപിച്ചിരിക്കുകയാണെന്നും മറ്റും പറഞ്ഞു. മെത്രാച്ചൻ അപ്പോൾ വന്ന് ചാക്കോയും എന്നെയും കൂട്ടിക്കൊണ്ട്, പുന്നൂസ് റമ്പാച്ചൻ എഴുതിയിരിക്കുന്ന എന്നെയും കൂട്ടിക്കൊണ്ട് പാത്രിക്കീസിൻ്റെ മുറിയിലേക്ക് പുറപ്പെട്ടു. പാത്രിക്കീസിനുള്ള അധികാരമെല്ലാം നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്, ഇല്ലാത്ത അധികാരം ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞ് സമ്മതിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാണ് ഈവാനിയോസ് മെത്രാച്ചൻ ഞങ്ങളെ വിളിപ്പിച്ചത്. ഞങ്ങൾ പോകുന്ന വഴി കോനാട്ട് മെൽപ്പാൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ, നിങ്ങൾ എന്തിനാണ് ഈ വൃദ്ധനെയും കൊണ്ട് പോകുന്നത്? ഇദ്ദേഹം പറഞ്ഞാൽ പാത്രിക്കീസ് കേൾക്കുകയില്ല, വെറുതെ ഈ വൃദ്ധനെ അദ്ദേഹത്തിൻ്റെ കോപത്തിന് ഇരയാക്കരുത് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായ ആ മഹാപുരോഹിതൻ കീഴടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. പല പ്രദേശങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് നിന്നും അതിനുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയാണ്. പക്ഷേ ആ എതിർപ്പുകളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് പോകുന്നു. കാതോലിക്കാ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നു. കാതോലിക്കാ സ്ഥാനത്തിൻ്റെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ടൊന്നും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടില്ല. കാതോലിക്കാ സ്ഥാനത്തേക്ക് അബ്ദുൽ മെസ്സിയ പാത്രിക്കീസ് ബാവ പരിശുദ്ധ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായെ ബസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ ഉയർപ്പിച്ചതിന് ശേഷം ആ പാത്രിക്കീസ് ബാവ പുറപ്പെടുവിച്ചതായ 2 കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളിലെ 2ലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. വീണ്ടും വാഴ്ത്തപ്പെട്ട സഭയുടെ ആത്മീയ മക്കളെ, നിങ്ങളെല്ലാവരെയും നാം പ്രബോധിക്കുന്നെന്നാൽ ഈ ബഹുമാന്യനായ പിതാവിനെ നിങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടെ മുറയാകുന്നു. നിങ്ങൾ അദ്ദേഹത്തെ യുക്തമായും ഉചിതമായും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ അദ്ദേഹം നിങ്ങളുടെ തലവനും ഇടയനും ആത്മീയ പിതാവുമാകുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവൻ നമ്മെ ബഹുമാനിക്കുന്നു.
അദ്ദേഹത്തെ കൈക്കൊള്ളുന്നവൻ നമ്മെ കൈക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ചൊവ്വുള്ള വചനങ്ങളെ അനുസരിച്ച് നടക്കുവീൻ. അദ്ദേഹം മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ ആലോചനയോടുകൂടി പരിശുദ്ധ സഭയുടെ ക്രമപാലനത്തിനാവശ്യമായ എല്ലാ ആത്മീയ അംശങ്ങളും പൊതുവായി ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് പരിശുദ്ധ റൂഹായാൽ അധികാരം നൽകപ്പെട്ടു. അതായത് മെത്രാപ്പൊലിത്തന്മാരെയും എപ്പിസ്കോപ്പന്മാരെയും പട്ടം കെട്ടുവാനും പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനും ആത്മീയമായ ശേഷമുള്ള എല്ലാ അംശങ്ങളും ശുശ്രൂഷിക്കുവാനും പ്രത്യേകിച്ച് ഇതുവരെയും ഭരിച്ചിരുന്നതുപോലെ കണ്ടനാട് ഇടവകയെ ഭരിക്കുവാനും തന്നെ. ഇത് നിമിത്തം നിങ്ങളുടെ സന്തോഷം ആത്മീയവും പരിപൂർണവുമാകുമാറ് ആത്മീയ ശബ്ദത്തിൽ നമ്മോടൊന്നിച്ച് അവർ ഉച്ചസ്ഥരം ഘോഷിച്ചു. വാത്സല്യമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, റോയൽ കോടതി ജഡ്ജിമെൻറ്റ്, മുളന്തുരുത്തി സുന്നോദോസ് തീരുമാനം, വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക്, അക്കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യുന്നതായിരുന്നു ഈ കാതോലിക്ക സ്ഥാപനമെന്ന് പറയുന്നത്. അബ്ദേദ്മിശിയ പാത്രികീസ് വീണ്ടും എഴുതുന്നു, നിങ്ങളുടെ ഇടയന്മാർ, അതായത് കാതോലിക്കായും മെത്രാപ്പൊലിത്തന്മാരും നിങ്ങൾക്കുള്ള സകല ആവശ്യങ്ങളെയും നിവർത്തിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കാതോലിക്ക മെത്രാപ്പൊലിത്തന്മാരോടുകൂടി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ കാനൂനുകൾക്കനുസരണമായിട്ട് നിങ്ങൾക്ക് മേൽപ്പെട്ടക്കാരെ വാഴിക്കുകയും മൂറോൻ കൂദാശ ചെയ്യുകയും ചെയ്യും. മുളന്തുരുത്തി സുന്നോദോസിൻ്റെ തീരുമാനത്തിലും റോയൽ കോർട്ട് ജഡ്ജ്മെൻറ്റിലും ഇത് പാത്രികീസ് മാത്രം ചെയ്യണമെന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് മേൽപ്പെട്ടക്കാരെ വാഴിക്കുകയും മൂറോൻ കൂദാശ ചെയ്യുകയും ചെയ്യും. കാതോലിക്ക നിര്യാണം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ ഒരു കാതോലിക്കയെ വാഴിക്കുവാൻ നിങ്ങളുടെ മെത്രാന്മാർക്ക് അംഗീകാരവും അവകാശവുമുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളെ വിരോധിപ്പാൻ ഒരുത്തിനും അവകാശമില്ല, അധികാരമില്ല. എന്നാൽ സകലവും ക്രമമായും പതിവ് പോലെയും മലങ്കര മെത്രാപ്പൊലിത്തയാകുന്ന ദീവന്നാസ്യോസ് അധ്യക്ഷനായിരിക്കുന്ന കമ്മിറ്റിക്കാരുടെ ആലോചനയോട് കൂടെയും നിങ്ങൾ നിർവഹിക്കേണ്ടതാകുന്നു. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് കാതോലിക്ക സ്ഥാപനമെന്ന് ഞാൻ പറഞ്ഞു. ആ കാതോലിക്ക ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാവുന്നത്. എന്നാൽ കാതോലിക്ക സ്ഥാനം പ്രാപിച്ചതിന് ശേഷവും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ സഭയിലെ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന് കോലഞ്ചേരിയിൽ നിന്ന് പോകേണ്ടി വന്നു. അദ്ദേഹം കോട്ടയത്ത് വന്ന് താമസിക്കുകയായിരുന്നു. ആ അവസരത്തിൽ നേരത്തെ പൗലോസ് കശീശായെ വിളിച്ച് പാത്രികീസ് ബാവ മെത്രാൻ സ്ഥാനം പ്രാപിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു ഒഴികഴിവ് എനിക്ക് എൻ്റെ ആളുകളും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് അദ്ദേഹം കണ്ടിരുന്നത്. ആ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് കോട്ടയത്ത് താമസിക്കുന്ന അവസരത്തിൽ തിരുമേനി കോട്ടയം സെമിനാരിയിൽ ആലസ്യവിധേയനായി കഴിഞ്ഞുകൂടുന്നെന്ന വിവരം കോട്ടയത്തേക്ക് തിരിച്ചു. തിരുമേനിയുടെ രോഗവിവരം അറിഞ്ഞ് അന്നത്തെ സമുദായ വൈദിക ട്രസ്റ്റി പാലപ്പള്ളിൽ പൗലോസ് കത്തനാർ കോട്ടയം സെമിനാരിയിലെത്തി. കോട്ടൂർ പള്ളി തൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായിരിക്കണമെന്ന് പല സന്ദർഭങ്ങളിലും ബാബ പറയാറുണ്ടായിരുന്ന കാര്യം അച്ഛൻ തിരുമേനിയെ അനുസ്മരിപ്പിച്ചു. കോലഞ്ചേരിയിലും കോട്ടൂർ കുരിശുപള്ളിക്ക് സമീപവും തൻ്റെ കുടുംബക്കാരും ചാർച്ചക്കാരും സുഹൃത വലയവും അധികമായി ഉണ്ടെങ്കിലും അവരിൽ ഒരു നല്ല പങ്കാളുകൾ സഭയുടെ സത്യവിശ്വാസങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവരും ആദരവില്ലാത്തവരുമാണ്. അതിനാൽ തൻ്റെ ആഗ്രഹം സഫലമാവില്ല എന്ന് തിരുമേനി ഓർത്ത് വിഷമിച്ചു. ആ സന്ദർഭത്തിൽ തെല്ലും ആലോചിക്കുവാൻ സമയമെടുക്കാതെ പാലപ്പള്ളിയിൽ അച്ഛൻ പ്രതിവചിച്ചു, തിരുമേനിക്ക് സമ്മതമെങ്കിൽ എൻ്റെ സ്വന്തം ദേവാലയമായ പാമ്പാക്കുട കൊച്ചുപള്ളിയിലെത്തി വിശ്രമിച്ച് കഴിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ കയറി വരുന്നുണ്ടേ അവിടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടില്ലേ? 40 വർഷം മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായിരുന്ന പാലപ്പള്ളിൽ മാണി പൗലോസ് കത്തനാർ, അദ്ദേഹമാണ് ഈ മെത്രാച്ചനോട് പറയുന്നത്, തിരുമേനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ പള്ളിയിൽ വന്ന് അവിടെ താമസിക്കാം, വേണ്ട ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു കൊടുക്കാം. അത് കേട്ടു തിരുമേനി. തെല്ലും അവികസിതമായൊരു പ്രദേശമാണ് കൊച്ചു പാമ്പാക്കുടയെങ്കിലും താനും കുടുംബവും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇടവകയിലെ ജനങ്ങളും ഒന്നടങ്കം തിരുമേനിയെ പരിപാലിച്ചു കൊള്ളുമെന്ന് അച്ഛൻ വാക്ക് നൽകി. അതുവഴി വടക്കൻ ഇടവകകളിൽ ഒരിടത്ത് തൻ്റെ അന്ത്യവിശ്രമമായിരിക്കണമെന്നുള്ള ബാവായുടെ ആഗ്രഹം സഫലീകൃതമാകുമെന്നും അച്ഛൻ അറിയിച്ചു. അത് കേട്ട തിരുമേനി എന്തെന്നില്ലാതെ സന്തോഷിച്ച് അശ്രുഗണങ്ങൾ പൊഴിച്ചു. അങ്ങനെ പാമ്പാക്കുടയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ വന്ന് പാമ്പാക്കുട എത്തുന്നു. എൻ്റെ പ്രിയമക്കളെ, മലങ്കര സഭയാകുന്ന സത്യം ഉമിത്തി എന്ന പോലെ
കഷ്ടതകളോടും ക്ലേശങ്ങളോടും നീറിക്കിടക്കും, എന്നാൽ കാലങ്ങൾക്ക് ശേഷം അത് ആളിക്കത്തി പ്രകാശിക്കുക തന്നെ ചെയ്യും എന്ന് ഇവിടെ വന്ന് തൻ്റെ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ്. മലങ്കര സഭയെക്കുറിച്ചും അതിലെ കാതോലിക്കേറ്റിനെ പറ്റിയും അന്ന് അദ്ദേഹം കൽപ്പിച്ചു പറഞ്ഞത്, അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇന്ന് മലങ്കര സഭയുടെ അനുഭവത്തിൽ യാഥാർത്ഥ്യമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാമ്പാക്കുട ചെറിയ പള്ളിയിലെ താമസത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഗുരുതരമായി തീർന്നു. പാലപ്പള്ളിയിൽ അച്ഛൻ്റെയും ഇടവകക്കാരുടെയും പ്രത്യേക പരിശ്രമത്താൽ പ്രത്യേക ചികിത്സകൾ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കാലം ചെയ്യുന്നു. മെയ് 20 വെള്ളിയാഴ്ച മൃതദേഹം സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിച്ച് പാമ്പാക്കുട ചെറിയ പള്ളിയുടെ മധുബഹായിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഇരുത്തി. അത് കണ്ടാൽ തിരുമേനി അപ്പോഴും പ്രസംഗിക്കുവാൻ ഭാവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. ഉച്ച നമസ്കാരാനന്തരം കബറടക്ക ശുശ്രൂഷയുടെ 2 ക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു. സന്ധ്യാനമസ്കാരം അനന്തരം ഒരു ശുശ്രൂഷ നടത്തി. രാത്രി മുഴുവനും സങ്കീർത്തന പാരായണത്താൽ ഏവരും കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ശനിയാഴ്ച യുയാക്കീം മാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്തിൽ തേനിങ്കൽ ഗീവർഗീസ് കത്തനാരും ഓമ്പാളയിൽ ഗീവർഗീസ് കത്തനാരും കൂടി വിശുദ്ധ 3 കുർബാന അനുഷ്ഠിച്ചു. വിശുദ്ധ കുർബാനാനന്തരം ശവസംസ്കാര ശുശ്രൂഷയുടെ മറ്റൊരു ക്രമവും നടത്തി. അനന്തരം പള്ളിയുടെ കിഴക്ക് പടിഞ്ഞാറുമുള്ള കുരിശിങ്കൽ നഗരി കാണിക്കുകയും അന്ത്യയാത്ര പറച്ചിലും നടത്തി. മൃതശരീരം പള്ളിമുറ്റത്ത് കിഴക്കേ ഭാഗത്തുണ്ടായിരുന്ന വൃക്ഷത്തണലിൽ പ്രതിഷ്ഠിച്ചിട്ട് കബറടക്ക ശുശ്രൂഷയുടെ ശേഷിച്ച ഭാഗങ്ങളും പൂർത്തിയാക്കി. വന്നുകൂടിയിരുന്ന പട്ടക്കാരും ജനങ്ങളും കൈമുത്ത് തുടങ്ങി. കൈമുത്ത് അവസാനിക്കുവാൻ ഏകദേശം 4 മണിക്കൂറോളം സമയമെടുത്തു. 2:30 മൃതശരീരം സംസ്കരിക്കുവാനുള്ള ക്രമം നടത്തി. അപ്പോഴേക്കും മലങ്കരയുടെ മാർ ദീവനാസ്യോസ് മെത്രാപ്പൊലീത്തായും അവിടെ വന്നു ചേർന്നു. അവർ കാലം ചെയ്ത തിരുമേനിയുടെ അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയതായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. 30-ാം ദിവസം അടിയന്തരം 75 പറ അരി വെച്ച് വിപുലമായ തോതിൽ നടത്തി. ഏകദേശം 4000-ലധികം വരുന്ന ജനങ്ങൾ പല ദിക്കുകളിൽ നിന്ന് വന്നുമായി ആ അടിയന്തരത്തിൽ വന്ന് സംബന്ധിച്ചു. മാർ ഗ്രിഗോറിയോസ് യോയാക്കീം മാർ ഈവാനിയോസ് എന്ന മെത്രാപ്പൊലീത്തമാരുടെ സാന്നിധ്യത്തിൽ ഓർമ്മ പെരുന്നാൾ നടന്നത്. രക്തസാക്ഷിത്വം വഹിക്കുവാൻ ഒരുക്കമുള്ള നസ്രാണികൾ 20-ാം നൂറ്റാണ്ടിലുമുണ്ട് എന്ന് ഈ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബർ ഈ പള്ളിയുടെ അങ്കണത്തിലാണെന്നുള്ളത് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ വസ്തുതയാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. വീണ്ടും ഈ കാതോലിക്ക അമ്മാവയെക്കുറിച്ച് പറയുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. മലങ്കര സഭയെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന മുറിമറ്റത്തിൽ തിരുമേനി സഭയുടെ ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനുമായി എന്ത് കഷ്ടപ്പാടും ത്യാഗവും അനുഷ്ഠിക്കുവാൻ തയ്യാറായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്നത്. കാതോലിക്ക വാഴ്ചയോടുകൂടി ദുഃഖത്തിൻ്റെ പാനപാത്രമാണ് തനിക്കായി വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ആ ദൈവീക പുരുഷൻ ഭയന്ന് പിന്തിരിഞ്ഞില്ല. മലങ്കര സഭയ്ക്ക് വേണ്ടി ആ മുൾക്കിരീടം ഏറ്റുവാങ്ങിയ തിരുമേനിയുടെ പവിത്രനാമം ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.